അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഗുരുനാഥക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മെൻറ്റി ക്വിസിന് ശേഷം എല്ലാവരും നല്ല ആക്റ്റീവും ഉണർവോടുകൂടി കാണാൻ പറ്റിയൊരു വളരെയധികം സന്തോഷം. ഒരു ഫിറ്റ് ആൻഡ് ഹെൽത്തി ലൈഫിനെ പറ്റി ഒരു മെഡിക്കൽ പേഴ്സ്പെക്റ്റീവ്, ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നേക്കുന്ന ഒരു അമാനത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണം ഒരു പവിത്രമായ കടമയായി ഇസ്ലാം കണക്കാക്കപ്പെടുന്നു. ആത്മീയ വളർച്ചയ്ക്കൊപ്പം ശാരീരിക ക്ഷേമവും നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം വളരെയധികം വലുതാണ്. ആരോഗ്യത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്താണ് ആരോഗ്യം എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ അതിൻ്റെ ഡെഫിനിഷൻ: ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്, ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ-ബീയിങ്. ഫിസിക്കൽ വെൽ-ബീയിങ്, സോഷ്യൽ വെൽ-ബീയിങ്, മെൻ്റൽ വെൽ-ബീയിങ് ആൻഡ് സ്പിരിച്വൽ വെൽ-ബീയിങ്. അതായത് ആരോഗ്യം എന്നുള്ളത് അസുഖങ്ങളുടെ അഭാവം മാത്രമല്ല, അതിന് ഒരു ശാരീരിക വശമുണ്ട്, ഫിസിക്കൽ ഹെൽത്ത്. അതിനൊരു മാനസിക വശമുണ്ട്, മെൻ്റൽ ഹെൽത്ത്. അതിനൊരു സ്പിരിച്വൽ, ആത്മീയ വശമുണ്ട്, അതിന് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു സോഷ്യൽ, ഒരു സാമൂഹിക വശവും കൂടെയുണ്ട്. നമുക്കാദ്യം ഫിസിക്കൽ ഹെൽത്ത് അഥവാ ശാരീരിക ആരോഗ്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ശാരീരിക ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം 90% ഡയറ്റാണ്, 10% നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പോൾ ആദ്യം നമുക്ക് ഭക്ഷണം ക്രമീകരണത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഭക്ഷണക്രമവും വ്യായാമവും ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മിതത്വം പാലിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശം ഒരു പാത്രം നിറയ്ക്കുന്നില്ല. തുടർന്ന് അവിടുന്ന് അരുളി, വയറിൻ്റെ 1/3 ഭക്ഷണത്തിന്, 1/3 പാനീയങ്ങൾക്ക്, 1/3 വായുവിന് വേണ്ടി മാറ്റിവെക്കണം. നല്ല ആരോഗ്യം നിലനിർത്താൻ മിതമായി ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഹദീസ് അടിവരയിടുന്നു. ഇനി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം കഴിവതും സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരീരം ശക്തിപ്പെടുത്തുന്നതിനും ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനുമുള്ള ഉപാധിയായി ഇസ്ലാം ശാരീരിക പ്രവർത്തനങ്ങളെ അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പലവിധ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു. എന്തൊക്കെയാണ്? നടത്തം, നീന്തൽ, സ്വിമ്മിങ്, ഹോഴ്സ് റൈഡിങ്, കുതിരസവാരി, അമ്പെയ്ത്ത് തുടങ്ങിയ വിവിധ തരം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരുന്നതായി ഹദീസുകൾ പരിശോധിച്ച് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ശക്തനായിട്ടുള്ള സത്യവിശ്വാസിയാണ് ബലഹീനനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം, എന്നാൽ രണ്ടിലും നന്മയുണ്ട്. ഇത് ശാരീരിക ശക്തിയുടെ ഗുണവും ആരോഗ്യകരമായ ശരീരം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു. ഇനി ഫിസിക്കൽ ഹെൽത്തിൽ നിന്ന് നമുക്ക് വേറെ 1-2 പോയിന്റുകൾ നമുക്ക് നോക്കാം. പരലോകത്ത് നമ്മോട് ചോദ്യം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നാം ഉത്തരം നൽകേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു ചോദ്യം നമ്മുടെ ആരോഗ്യത്തെ പറ്റി, മറ്റൊരു ചോദ്യം നമ്മുടെ ഒഴിവ് സമയം, നമ്മുടെ ഫ്രീ ടൈം നമ്മൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനെ പറ്റിയാണ്. ഹദീസുകൾ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യം എങ്ങനെയാണ് മെച്ചപ്പെടുത്തിയതെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബിയോടം വേഗതയോടുകൂടി നടക്കുന്ന, അതായത് നബീൻ്റെ വാക്കിംഗ് സ്പീഡിൻ്റെ അത്ര നടക്കുന്ന വേറൊരു മനുഷ്യനെ സഹാബിമാർ കണ്ടിട്ടില്ല. നബി സാധാരണ വേഗതയിൽ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നബിയോളം എത്തിപ്പെടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതായത് ബ്രിസ്ക് വാക്കിംഗ്, പെട്ടെന്ന് നടക്കുന്നതിനെ പറ്റിയുള്ളൊരു അഡ്വാൻറ്റേജാണ് അവിടെ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത് ഉറക്കത്തെപ്പറ്റി, നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇശാ നിസ്കാരത്തിന് മുന്നേ ഉറങ്ങാൻ പാടില്ല. ഇശാ നിസ്കാരത്തിന് ശേഷം കഴിവതും സംസാരിക്കാൻ, അതായത് നമ്മൾ അനാവശ്യമായിട്ട് ലൂസ് ടോക്കുകളിൽ ഏർപ്പെടാൻ പാടില്ല.
തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ചെയ്തു, ഞങ്ങളുടെ നാഥ, എൻ്റെ സമുദായത്തിന് പ്രഭാതങ്ങളിൽ വളരെയധികം അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കണമേ. ശാസ്ത്രം ഇത് ശരിവെക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു സർക്കേഡിയൻ റിതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഈ സർക്കേഡിയൻ റിതം? അതായത് നമ്മുടെ മനുഷ്യ ശരീരം പകൽ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം, രാത്രി സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റാണ് സർക്കേഡിയൻ റിതം. അതായത് പകൽ സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ഓരോ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിന് പറ്റിയ ഒരു ബോഡി മെറ്റബോളിസം ആ പകൽ സമയത്ത് നമുക്കുണ്ട്. രാത്രി സമയത്ത് എന്താണ് നമുക്ക് വേണ്ടത്? ഈ പകൽ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട ഊർജ്ജം നമുക്ക് തിരിച്ചെടുക്കുക, ശരീരത്തിൽ വന്നേക്കുന്ന മൈനർ ഡാമേജസ് അത് റിപ്പയർ ചെയ്യുക. അതിനു വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റ്, അതിനു വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് സർക്കേഡിയൻ റിതം എന്ന് പറയുന്നത്. ഉറക്ക സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിച്ചം എടുത്തു മാറ്റുമ്പോൾ രാത്രി സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ എന്നൊരു ഹോർമോൺ. ആ മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹോർമോണാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഊർജ്ജമെല്ലാം തിരിച്ചു വരാനും, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ ദൈനംദിന ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ചെറിയ ഡാമേജുകളെല്ലാം റിപ്പയർ ചെയ്യാനും സഹായിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ ഇശാനിസ്കാരമൊക്കെ ആയിട്ട് രാത്രി നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു മൊബൈൽ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ എടുക്കുക, അതിൽ കൂടെ ഇങ്ങനെ ഓരോ വീഡിയോസും ഓരോ റീലുകളും കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? അതിൽ നിന്ന് വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള വെളിച്ചത്തിൻ്റെ രശ്മികൾ നമ്മൾ കണ്ണിൽ കൂടെ നമ്മുടെ തലച്ചോറിലോട്ട് കയറി ഈ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ ഉണ്ടാകേണ്ട ഈ മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാകാതിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം അനിവാര്യമായിട്ടുള്ള ആ ഡാമേജ് റിപ്പയർ സിസ്റ്റം നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് സ്ലോ ആയിട്ട് ഡാമേജ് വന്നുകൊണ്ടിരിക്കുന്നു. അതോടുകൂടി തന്നെ അത് പല രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ പോലെ അത് വരാം. നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം, അമിതമായിട്ടുള്ള പകൽ സമയത്ത് ഉറക്കം അനുഭവപ്പെടാം. പിന്നെ ഭാവിയിൽ പല മാരാരോഗങ്ങളായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് ഈ മെലറ്റോണിൻ എന്നുള്ള ഹോർമോണിൻ്റെ അഭാവം കാരണം. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കായിക മേഖലയിൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം, നമ്മുടെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ കായിക ഇനങ്ങളിൽ ഏർപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിരുന്നതാണ്. നേരത്തെ പറഞ്ഞ തന്നെ ബ്രിസ്ക് വാക്കിംഗ്, നീന്തൽ, കുതിരസവാരി, ഹൈക്കിംഗ്, ഇതെല്ലാം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് നമ്മുടെ ജീവിതത്തിൽ നാം അവലംബിക്കേണ്ടത്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ ദൈനംദിനമായിട്ടുള്ള നമ്മൾ സമയാസമയം നമ്മൾ ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് ഈ വക കായിക ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ട് അതിനൊരു കോട്ടം വരാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഫിസിക്കൽ ഹെൽത്തിൽ നിന്ന് മെൻ്റൽ ഹെൽത്തിലേക്ക്, അതായത് മാനസികാരോഗ്യം. നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം എന്ന് പറയുന്നത് അസുഖങ്ങളുടെ അഭാവം മാത്രമല്ല, അതിനൊരു ഫിസിക്കൽ കൺസെപ്റ്റ് ഉണ്ട്, മെൻ്റൽ കൺസെപ്റ്റ്, അതായത് മാനസിക ആരോഗ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ സ്പിരിച്വൽ ആത്മീയ ആരോഗ്യം, പിന്നെ സോഷ്യൽ ആരോഗ്യം. അപ്പോൾ ഫിസിക്കൽ ആരോഗ്യം, അതായത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് മാനസികാരോഗ്യം. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളെ നേരിടാനും ഉൽപാദനപരമായി പ്രവർത്തിക്കാനും ക്രിയാത്മകമായി സംഭാവന ചെയ്യുവാനും കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശർഹിലൂടെ പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പം വരുന്നു. വിത്ത് എവറി ഹാർഡ്ഷിപ്പ് കംസ് ഈസ്. ദുഷ്കരമായ സമയങ്ങളിൽ പോലും ആശ്വാസവും പ്രതീക്ഷയും എപ്പോഴും ഉണ്ടെന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടായിരിക്കൽ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവ നല്ല മാനസികാരോഗ്യം നിലനിർത്തുന്നതിനുള്ള ആവശ്യ ഘടകങ്ങളാണ്. കൂടാതെ നിസ്കാരം, സമയാസമയമായിട്ടുള്ള നിസ്കാരം, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ള ദിക്റുകൾ, ഇതെല്ലാം നമ്മൾ ചൊല്ലുന്നതോടു കൂടി തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തിന് നേരിട്ട് പ്രയോജനം ചെയ്യുമെന്നുള്ളത് നാം ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സമയാസമയമുള്ള നിസ്കാരം നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല, സമ്മർദ്ദവും ഉത്കണ്ഠവും കുറയ്ക്കുന്ന ഒരു ഉപാധിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വാക്യങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്ർ ഹൃദയത്തിന് ശാന്തിയും മനസ്സിന് സമാധാനവും നൽകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി നിവേദനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഒരു അടിമ തൻ്റെ രക്ഷിതാവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യം എപ്പോഴാണ്? ആ അടിമ നിസ്കാരത്തിൽ സുജൂദിലാകുമ്പോഴാണ് സൃഷ്ടാവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് സുജൂദിൽ ഉള്ള ഒരു സത്യവിശ്വാസി ദുആകൾ, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാനാണ് ആ ഹദീസിൽ നമ്മോട് പറയപ്പെടുന്നത്. സുജൂദിന് അനേകം മെഡിക്കൽ ബെനിഫിറ്റ്സ്
പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ നോർമൽ പോസ്ചറിൽ നമ്മുടെ ഹൃദയം നെഞ്ചിലാണ്, നമ്മുടെ തലച്ചോറ്, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകളെല്ലാം തലയിലാണ്. അപ്പോൾ ഈ തലച്ചോറിനും ഈ കണ്ണുകൾക്കും ഈ കാതുകൾക്കും വേണ്ട രക്തം, ആർട്ടീരിയൽ ബ്ലഡ്, അതായത് ശുദ്ധരക്തം വളരെ ഹൈ പ്രഷറിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലോട്ട് പോയാൽ മാത്രമാണ് അവിടെ ആ ശുദ്ധരക്തം അഥവാ ആർട്ടീരിയൽ ബ്ലഡ് എത്തുകയുള്ളൂ. എന്നാൽ സുജൂദിൻ്റെ ഒരു ഭംഗി ഒന്ന് നോക്കിക്കേ. ആ ഒരു പൊസിഷനിൽ നമ്മുടെ തലച്ചോറ്, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ എല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം വളരെ ചെറിയ പ്രഷറിൽ തന്നെ വളരെയധികം ശുദ്ധരക്തം നമ്മുടെ തലച്ചോറിലോട്ടും കണ്ണുകളിലോട്ടും കാതുകളിലോട്ടും ഒഴുകുന്നു. അത് കാരണം ഇച്ഛാശക്തി, ഓർമ്മശക്തി, കാഴ്ചശക്തി, കേൾവിശക്തി ഇതെല്ലാം വളരെയധികം മുന്നോട്ട് വരുന്നു. സുജൂദിൻ്റെ ഒരു മെഡിക്കൽ ബെനിഫിറ്റാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സ്ഥിരമായും കറക്റ്റായിട്ട് നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇച്ഛാശക്തിയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ തരണം ചെയ്യാൻ സാധിക്കുന്നു. സുജൂദിൻ്റെ മെൻ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി അടുത്തത് ഈമാനിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹദീസുകൾ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? പ്യൂരിറ്റി, ശുചിത്വം, വ്യക്തി ശുചിത്വം. ദൈനംദിന നിസ്കാരത്തിന് മുമ്പ് നാം ചെയ്യുന്ന വുദു തന്നെ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ദിവസേന നാം ചെയ്യുന്ന ലളിതമായ പ്രക്രിയകൾ പോലും, അതായത് സമയത്തിന് പല്ല് തേക്കുക, സമയാസമയം കുളിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു. നമുക്ക് പല അസുഖങ്ങളിൽ നിന്നൊരു മോചനം നമുക്ക് ഇത്തരം വ്യക്തി ശുചിത്വം പാലിക്കുന്ന കൂടി തന്നെ നമുക്ക് കിട്ടുന്നു. നമുക്കറിയാം പകർച്ചവ്യാധികൾ തടയാൻ ഏറ്റവും നല്ല ഉപാധി പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വമാണെന്ന്. കൊറോണ മഹാമാരി നമ്മളെ പഠിപ്പിച്ചു തന്നു. എന്ത്? ഏതൊരു മേഖലയിലും ഏതൊരു പബ്ലിക് സ്പേസിൽ നമ്മൾ പോയാൽ തിരിച്ചു വന്നിട്ട് നമ്മുടെ കൈകൾ നമ്മൾ ശുദ്ധിയാക്കണം. ആ കൈകൾ ശുദ്ധിയാക്കുന്നത് കൂടെ തന്നെ നമുക്ക് കൊറോണ പോലത്തുള്ള മഹാമാരികൾ ഒരു പരിധി വരെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നതാണ്. കാലം തെളിയിച്ച ഒരു കാര്യമാണ് ഇത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തിയായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അൽ ഈമാൻ ബിളഉൻ വസബഊന ശുഅബ വഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ് വൽ ഹയാത്ത് ശുഅബത്തുൻ മിനൽ ഈമാൻ. ദീർഘമായിട്ടുള്ള ഹദീസിൻ്റെ അവസാന ഭാഗമായി പറയുന്നു, ശുചിത്വം, പ്യൂരിറ്റി, മോഡസ്റ്റി അത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, മിസ്വാക്ക് അതായത് നമ്മുടെ ബ്രഷ് വായ ശുദ്ധീകരിക്കുകയും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾക്കറിയാം, എൻ്റെ ജനതയ്ക്ക് ബുദ്ധിമുട്ടായില്ലായിരുന്നെങ്കിൽ എല്ലാ നിർബന്ധ നിസ്കാരത്തിന് മുന്നേ മിസ്വാക്ക് ഉപയോഗിക്കൽ ഞാൻ നിർബന്ധമാക്കിയേനെ എന്ന്. കൂടാതെ തന്നെ മറ്റു വ്യക്തി ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഹദീസുകൾ പഠിക്കാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും. സുന്നത്ത് അതായത് ചേലാകർമ്മം, സർക്കംസെഷൻ ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ ശുചിത്വം മെച്ചപ്പെടുന്നു. പിന്നെ രഹസ്യ ഭാഗങ്ങളുടെ മുറി എടുത്തു മാറ്റുന്നത് കൂടെ, വളർന്നു വന്ന നഖങ്ങൾ ക്ലിപ്പ് ചെയ്ത് എടുത്തു മാറ്റുന്നത് കൂടെ, പിന്നെ അതോട് കൂടി തന്നെ വളർന്നു വരുന്ന മീശ, ഇതെല്ലാം നമുക്ക് എടുത്തു മാറ്റുന്നത് കൂടെ തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വ്രതാനുഷ്ഠാനം, നോമ്പിനെ പറ്റി സംസാരിക്കും. അതിൻ്റെ ഇസ്ലാമിക വീക്ഷണവും അത് സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയ വശം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. വ്രതം ഒരു ആരാധനയായി എല്ലാ സമുദായങ്ങളിലും എല്ലാ സമൂഹത്തിലും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിലെ വ്രതം അന്തസാരം കൊണ്ടും ആചാര രീതി കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ ആഹാരപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ടും മനസ്സും ശരീരവും വാക്കും നോക്കുമെല്ലാം ജീർണതകളിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി നാം വ്രതം അനുഷ്ഠിക്കുന്നു. ആധുനിക ശാസ്ത്രം പറയുന്നു ഇസ്ലാമിലെ വ്രതം ശാരീരിക പീഡനമല്ല, ആശ്വാസമാണെന്ന്. 11 മണിക്കൂറിലേറെ ഉപവസിക്കുന്നത് മൂലം ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു. ദീർഘകാല രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ്, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയ്ക്കെല്ലാം കാരണമാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു അസുഖം കൂടി കുറയുന്നതെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ പാൻക്രിയാസ് എന്നുള്ള ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനാണ് ആ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആരോഗ്യ സ്റ്റേറ്റസ്, അതായത് ആരോഗ്യനില നല്ലതല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇൻസുലിൻ ഉണ്ടായാൽ തന്നെ അത് പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളിൽ പോയിട്ട് ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ, പഞ്ചസാരയുടെ അളവ് കൂടി വരുന്നു. അതോടുകൂടി തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, മാരാരോഗങ്ങൾ, ഡയബറ്റീസ്, പ്രമേഹം,
ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, അതുകൊണ്ട് തന്നെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, തലച്ചോറിലോട്ടുള്ള രക്തോട്ട് നിന്ന് പോവുക, ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നമ്മളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ കേട്ട് കണ്ടറിഞ്ഞൊരു കൺസെപ്റ്റാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. അത് മെഡിക്കൽ സയൻസിൽ വിശേഷിപ്പിക്കുന്ന പ്രക്രിയ ശരീരത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനം കുറയ്ക്കാൻ സഹായിക്കുമെന്നും ശരീരഭാരം കുറയ്ക്കാൻ സഹായകമാകുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ആത്മീയമായും ശാരീരികമായും ഉണ്ടാകുന്ന നവചൈതന്യം കളഞ്ഞ് കുളിക്കുന്ന രീതിയിൽ നാം പ്രവർത്തിക്കരുത്. വറ്റി വരേണ്ട ആമാശയം, കൊടൽ, മറ്റു ദഹനേന്ദ്രിയങ്ങൾ അവയെ പതുക്കെ ഉദ്ദീപിപ്പിക്കുവാൻ ഈന്തപ്പഴമോ ശുദ്ധജലമോ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ചു. തത്സമയം പ്രാർത്ഥിക്കേണ്ട ദുആ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തിൽ അജ്ർ. ഇൻഷാ അല്ലാഹ് ദാഹം മാറി, ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ പ്രതിഫലം ഉറപ്പ്, ഇൻഷാ അല്ലാഹ്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ അമിതാഹാരം കൊണ്ട് വേർപ്പ് മുട്ടുന്നൊരു പ്രവണതയാണ് റമദാനിൽ നമ്മൾ കാണുന്നത്. എന്താണ് നമ്മൾ റമദാനിൽ കാണുന്നത്? റമദാൻ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുകയാണ്, മറിവാഗ് കഴിഞ്ഞാൽ തന്നെ ഇഫ്താർ പാർട്ടികൾ, അൺലിമിറ്റഡ് ഫുഡ്, കായിക വിനോദ പരിപാടികൾ. അതായത് നമ്മുടെ റമദാനിൽ അല്ലാത്ത സമയത്തും നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട, നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നിസ്കാരങ്ങളെല്ലാം മാറ്റി നിർത്തുന്ന രീതിയിലുള്ള പ്രവണതയാണ് ഇപ്പോഴത്തെ സമുദായത്തിൽ, ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ റമദാനിൽ കണ്ടുവരുന്നത്. ഇന്നത്തെ യുവതലമുറ, യങ് ജനറേഷൻ എന്ന നിലയിൽ നാം ഈ രീതികളിൽ മാറ്റം വരുത്തുവാനും വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മീയവും ശാരീരികവുമായി എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് തക്കവണ്ണം നമ്മൾക്ക് കഴിയണം. അതിനെ പടച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. ഒരു മനുഷ്യൻ എന്നത് ശരീരവും ആത്മാവും കൂടി ചേർന്നതാണ്. എന്തിനോട് നമുക്കത് ഉപമിക്കാം? ഒരു വാഹനം, ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ. വാഹനം നല്ലൊരു വാഹനമാണ്, നല്ല കണ്ടീഷനുള്ള വാഹനമാണ്, എൻജിൻ നല്ലതാണ്, ഫ്യൂൽ ടാങ്ക് ഫുള്ളാണ്. എന്നാൽ ആ വണ്ടി ഓടിക്കാൻ വന്ന ഡ്രൈവറിന് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ വാഹനം ആ ലക്ഷ്യത്തിലെത്തില്ല, നമ്മൾ ആപത്തിലായി ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ഡ്രൈവർ നല്ലൊരു ഡ്രൈവറാണ്, വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. എന്നാൽ ഈ വാഹനം കണ്ടീഷനുള്ള വാഹനമല്ല, അതിന് എൻജിൻ്റെ കേടുപാടുകളുണ്ട്, അതിൻ്റെ ഫ്യൂൽ ടാങ്കിൽ ഫ്യൂലില്ല. അപ്പോഴും എന്താ സംഭവിക്കുക? നമ്മൾ ലക്ഷ്യത്തിലെത്തൂല. അതോടുകൂടി തന്നെ നമ്മൾ ഡേഞ്ചറിൽ, അപായത്തിലാകാനുള്ള സാധ്യതയും ഉള്ളതാണ്. ജീവിതമാകുന്ന യാത്ര ധന്യമാകണമെങ്കിൽ നമ്മുടെ ശരീരവും ആത്മാവും ഒരുപോലെ ആരോഗ്യമുള്ളവയായിരിക്കണം. നമുക്ക് ഇബാദത്തുകൾ നല്ലവണ്ണം ചെയ്യാം. ഏതൊക്കെയാണ് നമ്മുടെ അടുത്ത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഇബാദത്തുകൾ ഏതൊക്കെയാണ് നമുക്കുള്ളത്? ഒന്ന് 5 നേരത്തെ 5 വക്തിലെ നമസ്കാരങ്ങൾ, നോമ്പ്, മുറപ്രകാരമുള്ള ഹജ്ജ്. ഇതെല്ലാം ചെയ്യുന്നത് വളരെയധികം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, ശാരീരികവും മാനസികമായിട്ട് ആരോഗ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസികളിൽ ഏറ്റവും കരുത്തുള്ളവർ അവരുടെ ആരോഗ്യം അള്ളാഹുവിനെ ആരാധിക്കുവാനും പരലോകത്തിന് വേണ്ടി പ്രയത്നിക്കുവാനും സ്വന്തം ഉമ്മത്തിന് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാനും അവരുടെ കഴിവുകൾ കൊണ്ട് അവർ ശ്രമിക്കുന്നവരാകുന്നു. അവരാണ് സത്യവിശ്വാസികൾ. അപ്പം ഫിസിക്കൽ ഹെൽത്ത് വരുന്നു, മെൻ്റൽ ഹെൽത്ത് വരുന്നു, അതോടുകൂടി തന്നെ സ്പിരിച്വൽ ഹെൽത്ത്, ആത്മീയ ആരോഗ്യം. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമാണ് ഒരു സത്യവിശ്വാസി എന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട എല്ലാ കർമ്മവും നമ്മളെ പഠിപ്പിച്ച പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ആരോഗ്യം അള്ളാഹു കനിഞ്ഞ് നൽകിയ ഒരു അമാനത്താണ്. അത് കാത്തു സൂക്ഷിക്കുവാനും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.